Welcome to Plus One Physics Series, Part 1. പ്ലസ് വണ്ണിൻ്റെ റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങും. അത് ടോപ്പിക് വൈസായിട്ട് കോൺസെപ്റ്റ്, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആദ്യം നമുക്ക് ഡയമെൻഷൻസ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം, മെഷർ ചെയ്തെടുക്കാവുന്ന സംഗതികളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുക. ഇപ്പോൾ ലെങ്ത് ടേപ്പ് വെച്ച് അളക്കാം, മാസ് ബാലൻസ് വെച്ച് അളക്കാം, ടൈം വാച്ച് വെച്ച് അളക്കാം, അല്ലെ ടൈമർ എന്ന് പറയും, സ്പീഡോമീറ്റർ വെച്ച് അളക്കാം. അപ്പോൾ ഇതെല്ലാം മെഷർ ചെയ്യാവുന്ന. നേരെ മറിച്ച് ഒരാളിൻ്റെ ചിന്ത, വെറുതെ ഒരാൾ കുത്തിയിരിക്കുന്ന അയാൾ എന്താ ചിന്തിക്കുന്നത്, എത്ര അളവിൽ ചിന്തിക്കുന്നു, ഇത് നമുക്കറിയാനൊരു മാർഗ്ഗമില്ല. ചിന്താഭാരം എന്നൊക്കെ ഇങ്ങനെ സാഹിത്യത്തിൽ പറയുന്നല്ലാതെ എത്ര കിലോഗ്രാം ചിന്ത എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലവ്, സ്നേഹം, നിന്നോട് എനിക്ക് അളവില്ലാത്ത സ്നേഹമുണ്ടെന്നൊക്കെ കാമുകം പറയും, അതെല്ലാം സാഹിത്യത്തിലാണ്. വെറുപ്പ്, അതിൻ്റെ ആധിക്യം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അത് ഇത്ര കിലോഗ്രാം വെറുപ്പ് അല്ലെ ഇത്ര മീറ്റർ വെറുപ്പ് എന്നൊന്നും പറയാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ ഭാവിയിൽ അത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വകുപ്പിൽ വരും. അത് പോട്ടെ. ഇതിൽ ചില ക്വാണ്ടിറ്റികൾ നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കും, ബേസിക്കായിട്ട് അങ്ങ് എടുക്കും. അതിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് മറ്റു ക്വാണ്ടിറ്റികളെയൊക്കെ എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ഈ മൂന്നെണ്ണം അടിസ്ഥാനമായിട്ട് അങ്ങോട്ട് എടുക്കും. ഏത് വേണേൽ എടുക്കാം, പക്ഷേ ചില ഗുണഗണങ്ങളൊക്കെ ഉള്ളത് അടിസ്ഥാന ക്വാണ്ടിറ്റികളൊക്കെ ആയിട്ട് എടുക്കുക. അതൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ലെങ്തിനെ ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു ക്വാണ്ടിറ്റി കിട്ടും, അതാ സ്പീഡ്. ലെങ്ത് 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നീളം ഗുണം വീതി ഗുണം പൊക്കം, അത് വോളിയമാകും. അപ്പോൾ ഈ മാസ് ബൈ വോളിയം, അത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ 3 ബേസിക് ക്വാണ്ടിറ്റികൾ, അല്ലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അത് വേണ്ടവണ്ണമൊക്കെ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ പവർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ചില ക്വാണ്ടിറ്റികൾ കിട്ടും. അതിനെല്ലാം നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് വിച്ച് വെൻ കമ്പൈൻഡ് പ്രോപ്പർലി ഗീവ് അതർ ക്വാണ്ടിറ്റീസ്. ദോസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡെൻസിറ്റി, ഫോഴ്സ്, വെലോസിറ്റി, ഇതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനിയും എന്താ ഈ ഡയമെൻഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ബസ്സിൽ 50 പേരെ കയറ്റാൻ പറ്റും, അതിൻ്റെ സ്പ്രിങ് കണ്ടീഷനും ഒക്കെ അങ്ങനെ. ആളുകളൊക്കെ കയറി 50 മനുഷ്യരെ കയറ്റാവുന്ന ഒരു ബസ്. അതിൽ ആൾക്കാർ കയറി, ഡ്രൈവർ മാറി നിൽക്കുക. അപ്പോൾ വണ്ടി പുറപ്പെടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ ആൾക്കാർ ആവശ്യത്തിൽ എണ്ണത്തിൽ കൂടുതൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജോലിക്കാരൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു, പേരുകൾ വിളിച്ച് പറയുന്നു, ഡ്രൈവർ കേൾക്കാൻ വേണ്ടി 50 പേരുകൾ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഡ്രൈവർക്ക് നിശ്ചയിക്കാൻ പറ്റുമോ വണ്ടി ഒപ്റ്റിമം കണ്ടീഷനിൽ ലോഡ് കയറിയിട്ടുണ്ടോ എന്ന്? ഇയാൾ വിളിച്ചു പറയുന്ന 50 പേരിൽ വളർത്തുപട്ടി ഉണ്ടാവാം, ആടുണ്ടാവാം, വളർത്തു മൃഗങ്ങളുണ്ടാവാം. ഓരോരുത്തർ അവരവരുടെ വസ്തുക്കൾക്ക് ഓരോ പേര് കൊടുക്കും. ഒരുത്തൻ്റെ വീണ ഉണ്ടാവാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, അയാൾ അതിന് ചിലപ്പം സുശീലെന്നോ ഡാർലിംഗ് എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. അയാൾ ഈ പേര് വെച്ച് ജോലിക്കാരൻ വിളിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഡ്രൈവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുപോലെ 10
സ്ത്രീകൾ കയറിയിട്ടുണ്ട്, 5 കുട്ടികൾ കയറിയിട്ടുണ്ട്, 6 IAS കയറിയിട്ടുണ്ട്, 8 ക്ലർക്കന്മാർ കയറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ വണ്ടിക്ക് താങ്ങാവുന്ന ലോഡായോ ഇല്ലയോ എന്നൊന്നും വ്യക്തമാകാൻ ഡ്രൈവർക്ക് സാധിക്കില്ല. ഇതുപോലെ ഫിസിക്സിലും പ്രശ്നങ്ങളുണ്ട്. ലെങ്ത് തന്നെ ഏതെല്ലാം പേര് കൊടുത്താൽ നമ്മൾ പറയുന്നത്. സർക്കിളിൻ്റെ സർക്കംഫറൻസ്, സർക്കിൾ വലിച്ചു നീട്ടിയാൽ അതിൻ്റെ നീളം എത്രയാണോ അതിനെ നമ്മൾ അത് ലെങ്താണ്, സർക്കംഫറൻസ് എന്നങ്ങ് പേര് പറയും. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരം റേഡിയസ് എന്ന് പേര് പറയുന്നു. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നു, ലെങ്ത് എന്ന് പറയുന്നു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നു, ഹൈറ്റ് എന്ന് പറയുന്നു, സൈഡ് എന്ന് പറയുന്നു. ഒരു സ്ക്വയറിൻ്റെ സൈഡ് ഇത്ര സെൻറ്റിമീറ്റർ അല്ലെ ഇത്ര മീറ്റർ എന്നൊക്കെ പറയും. ഈ പേരുകൾ പലതാകുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് ഇതെല്ലാം ഒരേ യൂണിറ്റിൽ തന്നെയാണ് പറയുന്നത്. ലെങ്ത് ആയാലും ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇത്ര മീറ്റർ, ബ്രെഡ്ത്ത് ഇത്ര മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് സംഗതി ഒന്ന് തന്നെ, ഒരു ക്വാണ്ടിറ്റി തന്നെയാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, സൈഡ് എന്ന് പറയുന്നത് എല്ലാം ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിക്ക് ലെങ്ത് എന്ന പൊതുവായ പേര് പറയുമ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മൾ അതിൻ്റെ ലെങ്താണ് ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ. ലെങ്ത്, ബ്രെഡ്ത്ത്, സർക്കംഫറൻസ് ഇതെല്ലാം ലെങ്താണ് എന്ന് പറയുമ്പോൾ പ്രശ്നം തീർന്നു. അങ്ങനെ പറയുന്നതായി ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലെങ്ത് എന്ന് പറയുന്ന ഡയമെൻഷനാണ്. അത് നമ്മൾ ക്യാപിറ്റൽ എൽ എന്നങ്ങ് എഴുതുക. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ പറയുമ്പോൾ πr² എന്ന് പറയും. അവിടെ റേഡിയസിൻ്റെ സ്ക്വയർ. ഈ പൈ എന്ന് പറഞ്ഞ ഒരു നമ്പർ. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്തിൻ്റെ സ്ക്വയർ അവിടെ കയറി വരുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നിട്ട് മീറ്റർ സ്ക്വയർ എന്നല്ലേ യൂണിറ്റ് പറയുന്നേ. അപ്പോൾ എവിടെ 4πr² സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, അവിടെയും ലെങ്തിൻ്റെ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ പൊതുവേ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിൻ്റെ സെക്കൻഡ് ഡയമെൻഷനിൽ പെടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻ 2, ലെങ്തിൻ്റെ ഡയമെൻഷൻ 2 വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും അംഗീകരിക്കുകയും മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു ലാംഗ്വേജായിട്ടത് മാറുന്നു. ഇതിനെ ഡയമെൻഷണൽ ഫോർമുലേഷൻ എന്ന് പറയും. ഡയമെൻഷനിലായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L² എന്നങ്ങ് പറയുക. L³ എടുക്കുമ്പോൾ അത് വോളിയമായി. ലെങ്ത് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതെല്ലാം മീറ്ററിലാണ് പറയുന്നത്. മീറ്റർ ക്യൂബ് എന്നല്ലേ വോളിയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മളതിന് പറയാം L³ എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ ഫോമിലായി വോളിയം. L³ എന്ന് എവിടെ കേട്ടാലും വോളിയം എന്ന് നമ്മുടെ മനസ്സിൽ കയറി വരും. അവിടെ ഇപ്പോൾ ഇന്നതിൻ്റെ വോളിയം എന്നുള്ള ഒരു വേർതിരിവില്ല. ബസ്സിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ കോഴിയെന്നോ ആടെന്നോ മാടെന്നോ മനുഷ്യനെന്നോ എടുത്തു പറയാതെ ഭാരമാണ് അവിടുത്തെ പ്രശ്നം. എത്ര ആൾക്കാരെ ഉൾക്കൊള്ളുക അതിനുള്ള കപ്പാസിറ്റി ആ ബസ്സിനുണ്ട്. അപ്പോൾ ആൾക്കാർ എത്ര ആണെന്ന് അറിയട്ടെ, അല്ലാതെ പേരല്ല അറിയേണ്ടത്. അതുപോലെ ഇവിടെ ലെങ്തെന്ന്, ബ്രെഡ്ത്തെന്ന്, റേഡിയസ് എന്നൊക്കെയുള്ള പേര് കളഞ്ഞിട്ട്, പേര് തീർച്ചയായിട്ടും വേണം, അതാത് സന്ദർഭത്തിൽ അത് നമുക്ക് പേരിന് അർത്ഥമുണ്ട്. ജനറലായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇതുകൊണ്ട് വളരെ പ്രയോജനങ്ങളുണ്ട്, അത് നമ്മൾ കാണും. അതിന് വേണ്ടി ഒരു ഗ്രൂപ്പിൽ പെടുന്ന എല്ലാത്തിനും നമ്മൾ ലെങ്ത് എന്നങ്ങ് വിളിക്കുക.
അങ്ങനെ പറയുന്നതിനെ ഡയമെൻഷൻ എന്ന് പറയുക. ലെങ്ത് ഈസ് എ ബേസിക് ഡയമെൻഷൻ. അതിന് പല പേരുകൾ പല സന്ദർഭത്തിൽ പറയും. ഇതുപോലെ മാസ് ഈസ് എ ബേസിക് ഡയമെൻഷൻ. അതിൻ്റെ സിമ്പൽ ക്യാപിറ്റൽ എം. ടൈം ഈസ് എ ബേസിക് ഡയമെൻഷൻ. സിമ്പൽ ഈസ് ക്യാപിറ്റൽ ടി. ഇപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ചില കാര്യങ്ങളിലോട്ട് കടക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരളവ് വരെ. ഇപ്പോൾ ഡയമെൻഷൻസ് ആൻഡ് മെഷർമെൻറ്റ്. ഇപ്പോൾ ലെങ്ത് നമ്മളെല്ലാം എഴുതുന്നു. അപ്പോൾ ലെങ്ത് ഏരിയ റേഡിയസ് ആയിക്കോട്ടെ, സർക്കംഫറൻസ് ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, എന്തും മണ്ണാങ്കട്ട ആയിക്കോട്ടെ, മീറ്ററിലോ കിലോമീറ്ററിലോ ഒക്കെ അളക്കുന്നതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ലെങ്ത് എന്നങ്ങ് പറയും. അതിൻ്റെ സിമ്പലാണ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദിർ ഇസ് എ ബേസിക് ഡയമെൻഷൻ നോൺ ആസ് ലെങ്ത്. എം എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എ ബേസിക് ഡയമെൻഷൻ നോൺ ആസ് മാസ്. ടി ഈസ് എ ബേസിക് ഡയമെൻഷൻ നോൺ ആസ് ടൈം. LMT ഇങ്ങനെ മെക്കാനിക്സിലെ ആവശ്യത്തിന് വേണ്ടി 3 ബേസിക് ഡയമെൻഷൻസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ബേസിക് ക്വാണ്ടിറ്റികളല്ല ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെന്ന് വിളിക്കും. LMT ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ ബേസിക് ഡയമെൻഷൻസ് എന്ന് പറയും. ഇനി ഈ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഏത് ക്വാണ്ടിറ്റിയും ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഏത് ക്വാണ്ടിറ്റി Q അതിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് വേണം കാണിക്കാൻ. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പുറകെ പറയും. ഈക്വൽസ് m⁻x l⁻y t⁻z സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതുന്ന ഈ ബേസിക് ഡയമെൻഷൻസിനെ ഓരോ പവർ കൊടുത്ത് എഴുതുന്നതിനെയാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദിസ് ക്വാണ്ടിറ്റി Q. ഇപ്പോൾ ഈ x, y, z എന്നുള്ളതിനെ അതാത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എന്ന് പറയും. x ഈസ് ദി ഡയമെൻഷൻ ഇൻ മാസ്, y ഈസ് ദി ഡയമെൻഷൻ ഇൻ L, z ഈസ് ദി ഡയമെൻഷൻ ഇൻ T. അതായത് മാസ് എങ്ങനെയാണ് ആ ക്വാണ്ടിറ്റിയിൽ കയറിയിരിക്കുന്നത്, ഫസ്റ്റ് പവറിലാണെന്ന്, സെക്കൻഡ് പവറിലാണെന്ന്, (-½ ആണെന്ന്, ഇങ്ങനെ പല രീതി വരും പല ക്വാണ്ടിറ്റികളിൽ. അപ്പോൾ അതിന് x, y, z എന്നുള്ളതിന് അത് വെറും നമ്പേഴ്സാണ്. പ്ലസ്സോ മൈനസോ ഫ്രാക്ഷനോ ഹോൾ നമ്പറോ ഒക്കെ ആവുന്ന നമ്പറാണ്. അതിനെ നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ദി ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. അപ്പോൾ l⁻1 എന്ന് കണ്ടു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഡയമെൻഷൻ ഈസ് 1 ഇൻ ലെങ്ത്. L² എന്ന 2 ഡയമെൻഷൻ ഈസ് 2 ഇൻ ലെങ്ത്. ഹാഫ് ആണ് 1 l⁻½ എന്നാണ് 1/2 ഡയമെൻഷൻ ഈസ് 1/2 ഇൻ ലെങ്ത് എന്ന് പറയും. അപ്പോൾ ആ ബേസിക് ഡയമെൻഷൻസ് എങ്ങനെയാണ് അതിൽ കയറി കൂടിയിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റിയിൽ, അത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ബിഹേവിയറൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ എന്ന് പറയും, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും, മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയും. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചില്ലയോ, യൂണിറ്റ് മാറിയാൽ ഈ ഇൻഡെക്സ് മാറിയിട്ടില്ല. ഈ ഇൻഡെക്സാണ് നമ്മുടെ ഡയമെൻഷൻസ്. അപ്പോൾ ഈ മീറ്റർ, സെൻറ്റിമീറ്റർ ഇതിങ്ങനെ എല്ലാം പറയുന്നതിന് പകരം നമ്മളെല്ലാം നിങ്ങൾ കൊടുക്കുക ഇപ്പോൾ. അപ്പോൾ ഇത് L² എന്ന് എഴുതാം. ചുരുക്കത്തിൽ L² സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. അതാണ് ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇവിടെ ഇപ്പോൾ m⁻x ഈ ഫോർമുല ഇവിടെ ഇപ്പോൾ L² മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 1 എന്നിട്ട് കഴിഞ്ഞാൽ m⁻0 L² t⁻0 എന്ന് ഇതെഴുതാം. m⁻x l⁻y t⁻z. ഇവിടെ x z 0 y ഈസ് 2. അപ്പോൾ ഏരിയയിൽ ലെങ്ത് എന്ന് പറയുന്ന ബേസിക് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പവർ 2 ആണ്. അപ്പോൾ നമ്മളത് പുതിയ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഏരിയ ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഡയമെൻഷൻ 2 ഇൻ ലെങ്ത് എന്ന് പറയും. ഇതുപോലെ സ്പീഡ് അല്ലെ വെലോസിറ്റി, അത് m/s എന്ന് പറയും, cm/s എന്ന് പറയും, km/h എന്ന് പറയും. ഇവിടെ എല്ലാം നോക്കിയാൽ പവർ ഇൻഡെക്സ് ഒന്ന് തന്നെയാണ്, യൂണിറ്റൊക്കെ മാറിയാൽ. ഇത് നമുക്ക് L t⁻⁻1. അപ്പോൾ ഇവിടെ
എം ഇല്ല. കാരണം എമ്മിൻ്റെ സ്പീഡും മാസമായിട്ട് ഇവിടെ ബന്ധമൊന്നും ഇല്ലെന്നേ അർത്ഥമുള്ളൂ. വെലോസിറ്റി ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുമ്പോൾ അത് ഓടിയ ദൂരവും സമയവും മാത്രമാണ് പ്രശ്നം. കൂടുതൽ സമയം എടുത്താൽ വെലോസിറ്റി കുറവെന്നർത്ഥം, കൂടുതൽ ദൂരം ഓടിയാൽ വെലോസിറ്റി കൂടുതലെന്നർത്ഥം. അപ്പോൾ ഫസ്റ്റ് പവർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ മനസ്സിലാക്കേണ്ടത്. T-1 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് L/T എന്നാണ്. T കൂടുതലെടുത്താൽ സ്പീഡ് കുറവെന്ന അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റിയുടെ പെരുമാറ്റത്തെപ്പറ്റി ഒരു ധാരണയൊക്കെ ഈ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ m⁻0 L(t⁻⁻1) എന്ന് പറയുമ്പോൾ x is 0, y is 1, z is -2. അല്ലെ ഏരിയ is a quantity of dimension 0 in mass, 1 in length, -1 in time. അടുത്തത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഫോർമുല L(t⁻⁻1) ബൈ ടൈമിൻ്റെ t എന്ന് പറഞ്ഞാൽ L(t⁻⁻2). അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സിലറേഷൻ ഈസ് L(t⁻⁻2). ഇതുപോലെ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് എടുത്താൽ എന്തായാലും എല്ലാം ലെങ്ത് തന്നെയാണ്. അപ്പോൾ L(L)(L)(L)³ ഇപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല L³ ഡെൻസിറ്റി മാസ് ബൈ വോളിയം m, മാസിൻ്റെ m ബൈ വോളിയത്തിൻ്റെ L⁻3. ഈ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ ഒറ്റ ലൈനിൽ എഴുതുള്ളൂ. ഡിനോമിനേറ്റർ എടുത്ത് ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ m L⁻3. അപ്പോൾ ഇവിടെ ടൈം ഫാക്ടർ വരുന്നില്ല. ടൈമിന് ഡെൻസിറ്റി റോളൊന്നും ഇല്ല എന്നേ അർത്ഥമുള്ളൂ. മാസോ അതിൻ്റെ സൈസ് L³ എന്ന് പറയുമ്പോൾ സൈസാണ്, ലെങ്തിൻ്റെ ക്യൂബ്. അത് രണ്ടുമേ ഡെൻസിറ്റിക്ക് ബാധകമായിട്ടുള്ളൂ. അപ്പോൾ mL⁻3. ഇത് ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇതുപോലെ നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ mL(T) ദീസ് ആർ ദി ബേസിക് ഡയമെൻഷൻസ്. പ്രത്യേകിച്ചൊരു നേച്ചറുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് പല പേരുകൾ പറയാതെ ഒരു പേര് മാത്രം പറഞ്ഞ് അതിനെ ഒരു സിമ്പൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനെ ഡയമെൻഷൻ എന്ന് പറയാം. അപ്പോൾ ലെങ്ത്, ഏരിയ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, റേഡിയസ്, സർക്കംഫറൻസ്, ഇതെല്ലാം ലെങ്ത്തുകൾ തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ എല്ലാം ഒരു സിമ്പലിൽ ഒതുക്കി കഴിയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് നോൺ ആസ് ബേസിക് ഡയമെൻഷൻ കോൾഡ് ലെങ്ത്. ഇങ്ങനെ 3 ബേസിക് ഡയമെൻഷൻസ് മെക്കാനിക്സിൽ ഉപയോഗിക്കും. അതാണ് LMT: ലെങ്ത്, മാസ്, ടൈം. ഇതിൻ്റെ കോമ്പിനേഷൻസ് കൊണ്ട് മറ്റു ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു ജനറലായിട്ട് എഴുതുന്നതാണ് m⁻x, L⁻y, T⁻z. അങ്ങനെ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമ്പോൾ അതിനെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയും. അവിടെ ഇൻഡെക്സ് ആയിട്ട് വരുന്ന x, y, z ഇതിനെ ഡയമെൻഷൻസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഇൻ m, l ആൻഡ് t റെസ്പെക്റ്റീവ്ലി. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നും എങ്ങനെ ചോദിക്കുമെന്നൊക്കെ ഉള്ളത് അന്നേരം വിശദമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.